വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് ഡേ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എൻ്റെ ഒരു വീട്ടിലെ ഒരു ഈവനിങ് എങ്ങനെയായിരിക്കും എന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. പക്ഷേ ഈവനിങ് ഒരു 4 മണിയെല്ലാകുമ്പോൾ ഞാനും അമ്മയും കൂട്ടി ഒടയഞ്ചാലിലേക്ക് പോയി കുറച്ച് സാധനം മേടിക്കേണ്ട ആവശ്യം ഉണ്ടായിന്. അപ്പോൾ ഞാൻ അമ്മേനോട് ചോദിച്ച് വരുന്നു വന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കാണ്ട് പറയാൻ എനിക്ക് പണിയൊന്നുമില്ലല്ലോ വീട്ടിൽ. അങ്ങനെ ഞാൻ അമ്മേൻ്റെ ഒപ്പം പോയതാണ്. അപ്പോൾ ഒടയഞ്ചാലിലേക്ക് പോകുന്നതായിരിക്കും ആ വെള്ളച്ചാട്ടത്തിൽ ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളച്ചാട്ടത്തിന്. അങ്ങനെ ഞങ്ങളൊരു ഒടയഞ്ചാൽ കുറച്ച് നടക്കാമല്ലോ ഒടയഞ്ചാലേക്ക് നമ്മളവിടുന്ന്. അങ്ങനെ ഒടയഞ്ചാലേക്ക് എത്തി നേരെ പോയത് പച്ചക്കറീൻ്റെ പീടികയിലേക്കാണ്. കുറച്ച് സാധനമെല്ലാം മേടിക്കാനുണ്ടായിന്, കുറച്ച് കൂടുതൽ മേടിക്കാനുണ്ടായിന്. എല്ലാം സാധനം തീർന്നിട്ടുണ്ടായിന്നാണ് അമ്മ പറഞ്ഞത്. അങ്ങനെ കുറച്ച് പച്ചക്കറിയെല്ലാം മേടിച്ചു. അങ്ങനെ അമ്മയുടെ സാധനം മേടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു അപ്പുറത്ത് ഒരു അമ്പോട്ടിൻ്റെ പീടിയുണ്ട്, ചായേൻ്റെ പീടിയുണ്ട്, അവിടെ പോയിട്ട് ചായേൻ്റെ കടിയെല്ലാം മേടിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ചായയെല്ലാം കടിയെല്ലാം മേടിച്ചിട്ട് വന്നിട്ട് പിന്നെ വണ്ടിയിൽ മീൻ വെക്കാൻ വരലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു 100 റുപ്യേൻ്റെ മീനും മേടിച്ച്, കുഞ്ഞു മത്തിയായിട്ടുണ്ടായത്. അങ്ങനെ മീനും മേടിച്ചിട്ട് നേരെ അമ്മേൻ്റെ അടുത്തേക്ക്. അമ്മ വരാത്ത എന്താണെന്ന് വെച്ചാൽ അമ്മേൻ്റെ ആകെ നമുക്കൊരു കുടയുള്ളൂ, പിന്നെ ഒരു നല്ല മഴ ഉണ്ടായി. പിന്നെ അങ്ങനെ പോരും. അങ്ങനെ ഞാൻ എല്ലായിടത്തും സാധനം മേടിച്ചിട്ടാണ് അമ്മ അവിടെ നിർത്തിയിട്ട് അമ്മേനെ അവിടെ നിർത്തിയിട്ട് കുറച്ച് സാധനം മേടിച്ചിട്ട് ഞാൻ പിന്നെ അമ്മേൻ്റെ അടുത്തേക്ക് പോയിട്ട് ഞങ്ങൾ റിക്ഷക്കാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. എപ്പോൾ ഒടിഞ്ചാൽ പോയാലും നടന്നിട്ട് പോകും, വരുമ്പോൾ റിക്ഷയാക്കിയിട്ട് വരും. ഭയങ്കര മടിയായിരുന്നു ആ കുന്ന് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ റിക്ഷയാക്കിയിട്ട് പോകുന്നത്. നമ്മളടുത്തേക്ക് ഓട്ടോറിക്ഷയ്ക്ക് 70 റുപ്യാണ് കേട്ടോ. അങ്ങനെ നല്ല മഴയുണ്ടായി, അതുകൊണ്ട് ഓട്ടോറിക്ഷയ്ക്ക് വരാമെന്ന് വിചാരിച്ച് പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് എത്തി. ഇനി വീട്ടിലെത്തിയിട്ട് ഇനി കുളിക്കേണ്ട പരിപാടിയുണ്ട്. അല്ല, ഫസ്റ്റ് ചായ കുടിയാന്ന് കേട്ടോ. കുളിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും മേടിച്ചിട്ടായിരിക്കും ഒടയഞ്ചാലെന്ന് വരുന്നുണ്ട്. എപ്പോൾ ഒടയഞ്ചാൽ പോയാലും എന്തെങ്കിലും തിന്നാൻ മേടിച്ചിട്ടായിരിക്കും വരിക. അങ്ങനെ ഇന്ന് എന്താ മേടിച്ചത്, ഞാൻ നേരത്തെ അമ്പോട്ടിൻ്റെ പിടിയിൽ പോയി എന്ന് പറഞ്ഞിട്ടേ ആടുന്ന് മേടിച്ച് കേങ്ങ് പൊടിയും പിന്നെ 3 പരിപ്പൊടിയും 50 റുപ്യായിട്ട് ആയിട്ടു. ഒരു കേങ്ങ് പൊടിക്ക് ഒരു പ്ലേറ്റിന് 10 റുപ്യയിലും. അങ്ങനെ ആ 2 പ്ലേറ്റ് കേങ്ങ് പൊടിയും മേടിച്ചു, പിന്നെ 3 പരിപ്പൊടിയും മേടിച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ അടുത്ത കടിക്കല്ലോ. എന്നിട്ട് ആ കടിയും മേടിച്ചിട്ടാണ് ഇന്ന് നമ്മളെ ചായ കുടി എന്ന് പറയുന്നത്. വേറെ നമ്മൾ ബേക്കറി ഐറ്റംസ് എല്ലാം മേടിച്ചിനി, പക്ഷേ ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്കത് വേണ്ട ആവശ്യമില്ലല്ലോ. അത് നമ്മൾ നാളെ എടുക്കും. അത് ഒറ്റ ദിവസം കൊണ്ട് തീരും കേട്ടോ ബേക്കറിയല്ലോ. അതുകൊണ്ട് ഇന്ന് ഇതുണ്ടായതുകൊണ്ട് ഇത് ചൊപ്പിക്കുന്നത്. ഞാനൊരു PSCൻ്റെ എക്സാമിൻ്റെ ഒരു ഡേ മൈ ലൈഫ് എടുത്തിട്ട് ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ് ഞാൻ എറണാകുളത്ത് നിന്ന് വന്നത്. പിന്നെ ഇവിടെ തന്നെ ആയിപ്പോയി, കുറച്ച് ലീവെല്ലാം ഉണ്ട്, നമ്മളെ വാവിൻ്റെ ലീവെല്ലാം ഇല്ലേ, അതുകൊണ്ട് പോവാതെ ഇവിടെ വീട്ടിൽ നിൽക്കുന്നതാണ്. അപ്പം കുറച്ച് ദിവസം വീട്ടിലെല്ലാം ഉണ്ടാവും. ഞാൻ എന്തെങ്കിലുമായിട്ട് വീഡിയോ എടുത്തിടുമായിരിക്കും. വീട്ടിലുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമായിട്ട് വീഡിയോ എടുക്കും. അവിടെ ഉണ്ടാകുമ്പോൾ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ ചായയെല്ലാം കൂടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വൃത്തിയാക്കൽ പരിപാടിയാണ് ഗൈസ്. ഇങ്ങനെ വേറെ വലിയ പണിയൊന്നുമില്ല, കുറച്ച് അടിക്കൽ, പിന്നെന്താണ് വിരിപ്പെല്ലാം നേരാക്കി വെക്കില്ല, ആ ഒരു പണിയേ. അങ്ങനെ ഞാൻ നേരെ പോയി കുളിച്ചിട്ടെല്ലാം വന്നിട്ട് നേരെ വിളക്കത്തിക്കാൻ പോകുന്നതാണ്. അല്ലെങ്കിൽ അച്ഛനാണ് വിളക്കത്തിക്കൽ. ഇന്ന് അച്ഛൻ്റെ ചൂടുവെള്ളം ചൂടായിട്ടാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് കുളിപ്പിച്ചു, ആ ചൂടാവാത്ത വെള്ളം കൊണ്ട്. അങ്ങനെ ഞാനാണ് ഇന്ന് വിളക്കത്തിക്കുന്നത്, അല്ലെങ്കിൽ അച്ഛനാണ് വിളക്കത്തിക്കൽ. ഇപ്പോൾ വീട്ടിലെല്ലാവരും ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുളിക്കൽ. ഈ ഭയങ്കര മഴയാണ്ട് നിൽക്കാത്ത മഴയാണ് ഈ കാസർഗോഡെല്ലാം, എപ്പോഴും ഫുൾ ടൈം മഴയാണ്, പെരുമഴയാണ്. അപ്പോൾ പിന്നെ ഭയങ്കര തണുപ്പുമാണ് ഇവിടെ, എറണാകുളത്തെ പോലെയൊന്നുമല്ല. അപ്പോൾ ഇവിടെ എപ്പോഴും ചൂടുവെള്ളം വേണം എല്ലാവർക്കും. ഓരോരോ ട്രിപ്പാണ്, ഒരാൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾ വെക്കും. അങ്ങനെയാണ് ഇപ്പോൾ ചൂടുവെള്ളം വെക്കൽ പരിപാടി. അതുകൊണ്ടാണ് അച്ഛൻ വിളക്കാത്തിക്കാത്തത്. కంసుని పాలివజ్రము కాంతుల నూడు లోకాల గరుడ పచ్చ పూస కాంతుల నూడు లోకాల గరుడ పచ్చ పూస చింతల మాలోనున్న చిన్ని కృష్ణుడు. ചന്ദനത്തിരി എത്തിച്ച ആ ഒരു കവറില്ല, ആ കവർ ഊതി പൊട്ടിക്കും. അതെല്ലായിരുന്നു നമ്മളെ മെയിനായിട്ടുള്ള പണി എന്ന് പറയുന്നത്. അങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് അതെല്ലാം ഓരോ ഓർമ്മയാണ് കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വിളക്കെല്ലാം കത്തിച്ചിട്ട് ഇനി എന്താ പണി, വേറൊരു പണിയില്ല, വീട്ടിൽ ഇങ്ങനെ ഇരിക്കലാണ് മെയിനായിട്ടുള്ള പണി എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ മഴയായതുകൊണ്ട് തുണിയെല്ലാം ഉണങ്ങാൻ ഭയങ്കര പാടാന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തുണിയൊന്നും ഉണങ്ങാത്ത അവസ്ഥയിൽ ഞാൻ ഏതോ ഒരു ടോപ്പ് എടുത്തിട്ടാണ് കേട്ടോ. അത് എന്നെക്കാട്ടി വലിയ സൈസിലൊരു ടോപ്പാണ്, അതാണ് ഇങ്ങനെ വലുതായിട്ട് കിടക്കുന്നത്. അതാരും മൈൻഡ് ആക്കണ്ട. അപ്പോൾ ഇപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ, ഏതെങ്കിലും കിട്ടിയത് ഇടും, ആ ഒരു അവസ്ഥയാണ്. മഴയായതുകൊണ്ട് തുണിയൊന്നും ഉണങ്ങാത്തൊരവസ്ഥയാണ്. പിന്നെ എല്ലാ തുണിയും ഇപ്പോൾ വീട്ടിൽ ഉള്ളിൽ കസേരയിൽ ഫാൻ ഇട്ടിട്ടായിരിക്കും ഇടുക. ഫാൻ ഇട്ടിട്ട് എല്ലാ തുണിയും കസേരയിൽ വിരിച്ചിടുക. ഇപ്പോൾ അതാണ് മെയിനായിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ കാണുന്നത് പരിപാടി എന്ന് പറയുന്നത്. ഇപ്പോൾ തുണി ഉണങ്ങുന്നേ ഇല്ല, അത്രയ്ക്കും മഴയോ അതെ, പിന്നെ ഉണങ്ങാൻ ഭയങ്കര പാടുമായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ കസേരയിലും മാടിയിടെല്ലാം ഇട്ടിട്ടാണ് ഇപ്പോൾ ഉണക്കുന്നതെന്ന് പറയുന്നത്. ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ ഞാൻ വീട്ടിൽ തുണിയെല്ലാം ഉണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡിലായിരിക്കും വരിക. ഇവിടെ എത്തിയിട്ട് നമ്മൾ മഴയും, എറണാകുളത്ത് ഇത്രയൊന്നും മഴയില്ലാന്ന് തോന്നുന്നു, ഇവിടെ എത്തിയിട്ട് ഫുൾ മഴയും, പിന്നെ ഉണങ്ങാൻ ഭയങ്കര പാടാണ്. നമ്മൾ ഹോസ്റ്റലിലാണെങ്കിൽ റൂമിലിട്ട വേഗം ഉണങ്ങും കേട്ടോ ഫാനിന്, പക്ഷേ വീട്ടിൽ നടക്കുന്ന അങ്ങനെ ഉണങ്ങുന്നേ ഇല്ല, ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അമ്മേൻ്റെ നെയ്റ്റിലാണ് കേട്ടോ എടുത്തിടയിൽ.
ഇപ്രാവശ്യം അമ്മക്ക് നെയ്റ്റീവ് ഇല്ല, എല്ലാം നനക്കാൻ ഇട്ടിട്ടുണ്ടാവും. ഞാൻ അങ്ങനെയാണ്, അമ്മ നെയ്റ്റി ഇട്ടാൽ പിന്നെ അത് നനക്കുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ട് അമ്മ എനിക്ക് നെയ്റ്റി തരലില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ടോപ്പെല്ലാം പറക്കിയിട്ടത്. ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ റൂമിൽ ഞാൻ നേരത്തെ വൃത്തിയാക്കിനെ, ഫുള്ള് മാച്ചിക്കൊണ്ട് ആടെ ഇടലും ബണ്ണാമ്പലെല്ലാം വിളിച്ചിട്ടുണ്ടായിന്. അപ്പോൾ കട്ടിലും ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കട്ടിൽ നേരെ നിവർത്തിയിട്ടു. പിന്നെ ബെഡ്ഷീറ്റെല്ലാം ഒന്ന് മടക്കി വെച്ചു. എനിക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെയെല്ലാം ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരിക്കും. എന്തെങ്കിലും എഡിറ്റൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എഡിറ്റ് ആക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഈ മഴയില്ലതുകൊണ്ട് ഈ വോയിസ് ഒന്നും കൊടുക്കാൻ ഭയങ്കര പാടാണ്. ഈ മഴ നിന്നിട്ടേ എനിക്ക് ഇപ്പോൾ വോയിസ് കൊടുക്കാൻ നടക്കുകയില്ല. ഫുൾ ടൈം മഴയായതുകൊണ്ട് ആ വോയിസ് കൊടുക്കൽ ഇപ്പം നടക്കില്ല. മഴ നിന്നാൽ അപ്പം തന്നെ വോയിസ് കൊടുക്കും. അങ്ങനെയാണ് ഇപ്പം പോകുന്നത്. ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ എന്തായാലും ഹോസ്റ്റലിൽ പോകും. ഹോസ്റ്റലിനും ഇങ്ങനെയാണ്, വോയിസ് കൊടുക്കാനൊന്നും പറ്റൂല. ഫാന് ഫുൾ ടൈം ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ മഴയുണ്ടാവും. ഇപ്പോൾ ഒരു 7-8 മണി ലൈറ്റ് ഉണ്ടായി. ഇനി നമ്മൾ ഫുഡിൻ്റെ പരിപാടിയാണ് നോക്കുന്നത്. നമ്മൾ ഒടേഞ്ചാന്ന് മേടിച്ച മീനില്ലേ, കുഞ്ഞു മത്തിയാണെന്നുണ്ടായത്, വലിയ മത്തിയല്ല, കുഞ്ഞു മത്തി. പിന്നെ നാളെ വാവ് ആയതുകൊണ്ട് പിന്നെ മീനെല്ലാം വേണമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ മേടിച്ചതാണ്. മീൻ നന്നാക്കാൻ നല്ല പാടുണ്ടായിരുന്നു അമ്മ പറയുന്നത്, ഞാനല്ല. അപ്പോൾ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ, മുളകിട്ട മീൻകറിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ അപ്പുറത്തെ കുക്കമ്മ നമുക്ക് എന്താണ് ഒരു കപ്പ ഒരു നീളം ഒരു കപ്പ, ആ കപ്പ നമ്മൾ വേവിച്ചു. ചോറിൻ്റെ ഒപ്പം കൂട്ടാൻ അത്രയും ഉണ്ടാവും. അങ്ങനെ ചോറിൻ്റെ ഒപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് ആക്കിയതാണ് കേട്ടോ ഈ കപ്പ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല വെന്തിട്ട് നല്ല സൂപ്പറായിട്ടുണ്ടായി. കുറേ നാൾ ശേഷം കപ്പയെല്ലാം കാണുന്നതിന്, കപ്പ തിന്നുന്നതിന്. അപ്പോൾ നമുക്കിന്ന് ഫുഡിന് എന്ന് പറയുന്നത് ചോറും പിന്നെ കപ്പയുണ്ട്, കപ്പ പുഴുങ്ങിയത്, പിന്നെ മീൻകറി, നമ്മളെ മുളകിട്ട മീൻകറിയാണ് ഇനി ബെസ്റ്റ് കപ്പകൾ. അങ്ങനെ ഇത് ആ സംഭവം റെഡി. ഈ തോരാപ്പുളിവെള്ളം രാവിലെ ആക്കിയതാണ് കേട്ടോ. തോരാപ്പുളിവെള്ളം ദോശയായിരുന്നു രാവിലെ ചായക്ക്. തോരാപ്പുളിവെള്ളക്ക് എന്താ പറയുക, മേച്ച് നമ്മൾ ഉണക്കമീൻ എണ്ണലിട്ടതാണ് അടിപൊളി. അങ്ങനെ അതിൻ്റെ തോരാപ്പുളിവെള്ളത്തിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ കപ്പയും പിന്നെ നമ്മളെ മുളകിട്ട കുഞ്ഞു മത്തി മീൻകറിയും ഉണ്ടായിരുന്നു. മതി, ഇത്ര തന്നെ ധാരാളം. ഈ കപ്പ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടായിട്ടാ. പക്ഷെ കുറച്ചേ ഉണ്ടായിട്ടു. ഇപ്പോൾ കുറച്ചില്ലപ്പോഴാണ് ആൾക്കാർക്ക് കൂടുതൽ വേണ്ടത്. ഇപ്പോൾ വീട്ടിലെല്ലാവർക്കും ഈ സാധനം വേണമെന്നില്ലൊരു മൈൻഡായി. പക്ഷെ നല്ലോണം ഉണ്ടെങ്കിലും ആരും കൂട്ടുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പക്ഷേ ഇന്ന് എല്ലാവർക്കും കപ്പ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറച്ചേ ഉണ്ടായിട്ടു. അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിന്. പക്ഷേ അടിപൊളി ടേസ്റ്റ് ഉണ്ടായി. കിട്ടിയത് ചോറിനൊപ്പം കൂട്ടി തിന്നാൻ വേറെ ലെവലായിട്ടുണ്ടായിന്. ഇനി ഒരു കപ്പ മണിക്കണമെന്നുണ്ട്. കപ്പപ്പങ്ങ മേടിച്ചാൽ ഇങ്ങനെ വെച്ച് തിന്നു, അത്രയില്ല. വീട്ടിൽ എപ്പോഴും ചോറ് വയ്ക്കാനിരുന്നാലും മുമ്പിൽ 2-3 പൂച്ചകൾ എപ്പോഴും ഉണ്ടാകും. നമ്മളെ വീട്ടിൽ ഒരു 4 പൂച്ച എങ്ങാനും ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് 2 പൂച്ച ചത്തുട്ടാ. ഇപ്പോൾ 3 പൂച്ച എങ്ങാനും ഉണ്ട്, 1 ഗർഭിണി ആയിട്ടുണ്ട്. അങ്ങനെ പൂച്ചകൾ മുമ്പിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ടാവും ചോറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല, എനിക്ക് ഇനി കിടന്നുറങ്ങിയാൽ മതി. ഇപ്പം ഇനി വേറെ ഒരു പരിപാടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ ഇതിന് അടുത്തൊരു വീഡിയോ, ഒരു ചലഞ്ചിങ് വീഡിയോ അങ്ങനത്തെ എന്തെങ്കിലും എടുക്കാൻ നോക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു കുട്ടി ഈവനിങ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോക്ക് നമുക്ക് കാണാം.